നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇതുവരെയിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്കാണ്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പരിശോധന 5 മണിക്കൂർ പിന്നിട്ടു. മിഥിലാ ബാലൻ കോഴിക്കോടും ചേർന്നു. മിഥില, ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് കേസെടുത്തിന് ഇതിന് പിന്നാലെയാണ് MS സൊല്യൂഷൻസിൽ റെയ്ഡ് 5 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെ എന്തെങ്കിലും കാര്യമായ കണ്ടെത്തലുകൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കേസിന്റെ വിശദാംശങ്ങളടക്കം എന്തൊക്കെയാണ്? സുഹൈലെ, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത എന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഈ ഒരു പരിശോധന അല്പസമയം മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അവിടെ നിന്നും മടങ്ങിയിട്ട് MS സൊല്യൂഷൻസിലും ഒപ്പം തന്നെ CEO സുഹൈബിന്റെ വീട്ടിലുമാണ്, കൊടുവള്ളിയിലെ ചോലയിലുള്ള വീട്ടിലുമാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധന രാവിലെ 11 മണിക്കാണ് ആരംഭിച്ചത്. 5 മണിക്കൂറിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പരിശോധനയായിരുന്നു. ഈ രണ്ടിടങ്ങളിൽ ക്രൈംബ്രാഞ്ച് DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 2 വിഭാഗങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഈ സൊല്യൂഷൻസിൽ നിന്ന്, അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് ലാപ്ടോപ്പ്, മറ്റ് ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഡിവൈസുകളും മറ്റു രേഖകളും ഈ വീട്ടിൽ നിന്ന് ഇയാളുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഈ ഒരു പരിശോധന അവസാനിച്ചത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയുമായി ക്രൈംബ്രാഞ്ച് ഈ രണ്ടിടങ്ങളിലും പരിശോധന നടത്തിയത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്നത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഈ ഒരു ഡിജിറ്റൽ ഡിവൈസുകളും ഒപ്പം തന്നെ രേഖകളും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു എന്നത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ വിവരമായി ഇപ്പോൾ പുറത്തു പറയാനുള്ളത്. സുഹൈൽ, ശരി. ഒടുക്കം 5 മണിക്കൂറിന് ശേഷം MS സൊല്യൂഷൻസിലെ ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡ് അവസാനിപ്പിച്ചിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുടെ വേരെ തേടി MS സൊല്യൂഷൻ തട്ടി നിൽക്കുന്നു. അവിടെ നിന്ന് ആരിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന് കണ്ടറിയാൻ മറ്റു വാർത്തയിലേക്കാണ്. തൃശൂർ വിയൂരിൽ വാഹനാപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അഖിലാണ് മരിച്ചത്. ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡിലിടിച്ചാണ് അപകടമുണ്ടായത്. സൂരജ് സജി തൃശൂർ ചെയ്യുന്നു. സൂരജ്, എന്തൊക്കെയാണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ? സുഹൈൽ, തൃശൂർ വിയൂരിലാണ് ഈ അപകടമുണ്ടായത്. ഈ അഖിൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് വിയൂരിന് സമീപമുള്ള ഡിവൈഡറിൽ ഇടിച്ച ശേഷം ഈ ട്രാക്ക് മാറി മറ്റൊരു വാഹനത്തിന്റെ അടിയിൽപ്പെടുകയായിരുന്നു. അങ്ങനെ മറ്റൊരു വാഹനം കയറിയാണ് ഈ അഖിലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നതും പിന്നീട് മരിക്കുകയും ചെയ്യുന്നത്. 21 വയസ്സായിരുന്നു അഖിലിന്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. നിലവിൽ ഈ ഇൻക്വസ്റ്റ് നടപടിയും പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. സുഹൈൽ, ശരി. ദാരുണമായ ഒരു അപകട വാർത്ത വിശദാംശങ്ങളാണ് സൂരജ് സജി തൃശൂരിൽ നിന്ന് നൽകിയത്. എറണാകുളം ചിറായിൽ മദ്യം കുടിച്ച് 9ാം ക്ലാസ്സുകാരുടെ ക്രിസ്മസ് ആഘോഷം. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയവരെ കണ്ടെത്താൻ പോലീസും എക്സൈസും അന്വേഷണം തുടങ്ങി. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്നു. വിഷ്ണു, 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ മദ്യം കുടിച്ച് ആഘോഷിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇവർക്ക് എവിടെ നിന്നാണ് മദ്യം ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആഘോഷ പരിപാടികൾ എവിടെ നിന്നായിരുന്നു? സ്കൂളിൽ നിന്നായിരുന്നോ? സുഹൈല, പുറത്തായിരുന്നു ആഘോഷ പരിപാടികൾ. ഇവർ മദ്യപിച്ച് സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഒരു വിദ്യാർത്ഥിക്ക് കലശലായ ഛർദ്ദിൽ അനുഭവപ്പെട്ടു. തുടർന്ന് ഈ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോഴാണ് വിദ്യാർത്ഥികൾ മദ്യം കഴിച്ചിട്ടുണ്ട് എന്ന് സ്കൂൾ അധികൃതർക്ക് മനസ്സിലായത്. പിന്നീട് രക്ഷകർത്താക്കളെ അടക്കം വിളിച്ചു വരുത്തിയിരുന്നു. ഈ 9ാം ക്ലാസ്സുകാർക്ക് എവിടെ നിന്ന് മദ്യം കിട്ടി എന്നുള്ളതിലാണ് നിലവിൽ പോലീസും എക്സൈസും അന്വേഷണം നടത്തുന്നത്. ഈ മദ്യം വാങ്ങിക്കൊടുത്ത ആളുകളെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ അമിത ഛർദ്ദിയെ തുടർന്നാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിച്ചത്. അയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സുകാരാണ് മദ്യപിച്ച് ക്രിസ്മസ് ആഘോഷിച്ചത്. ഇവർക്ക് മദ്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് കാര്യമായി അന്വേഷിക്കട്ടെ. മദ്യം നൽകിയവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകട്ടെ. കൊച്ചി കളമശ്ശേരിയിൽ തെരുവുനായ ആക്രമണം. നിരവധി പേർക്ക് കടിയേറ്റു. ഗുരുതരമായ പരിക്കേറ്റ കളമശ്ശേരി സ്വദേശി മാർഗ്രറ്റിനെ ആസ്റ്റർ ആശുപത്രിയിലേക്ക് മാറ്റി. വൈസ് അഭിനന്ദ് കൊച്ചിൻ ചേർന്നു. അഭിനന്ദ്, ഈ ഗുരുതരമായി പരിക്കേറ്റ മാർഗ്രറ്റിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിരുന്നു. വിശദാംശങ്ങൾ. സുഖേൽ, ഒരിടവേളയ്ക്ക് ശേഷം കൊച്ചിയിലെ വ്യാപകമായ തെരുവുനായ ആക്രമണം എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വളരെ പേടിപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാർഗരറ്റിനെ ഇപ്പോൾ കൊച്ചി ആസ്റ്റർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 86 വയസ്സാണ്, വയോധികയാണ്. ഇന്ന് മുറ്റമടിച്ചുകൊണ്ട്, വീടിന് മുന്നിൽ മുറ്റമടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് തെരുവുനായ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ആട്ടി ഓടിക്കാനായിട്ട് നാട്ടുകാർ ശ്രമിച്ചിട്ടും തെരുവുനായകൾ പോയില്ല. അങ്ങനെ ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കൊച്ചി ആസ്റ്റർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തൃക്കാക്കര ഉണ്ണിച്ചിറയിലും തെരുവുനായ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 64 വയസ്സുള്ള നൽകിയത്. തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതുകൊണ്ട് പരമാവധി ആളുകളെ ഒരുമിച്ച് താമസിപ്പിക്കുന്ന ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് നമ്മൾ പോയി. വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ജന്മം കൊണ്ട ഭൂമി ഇത്രയേറെ തരാൻ പറ്റിയ ഒരാളും അവിടെ ഉണ്ടാകില്ല. ഒന്നിൻ്റെ പേരിലും ജന്മം കൊണ്ട ഭൂമി ഇത്രയേറെ തരാൻ ഒരാളും അവിടെ അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് അവിടെ എങ്ങനെയാണ് ഇത്രയേറെ പേരെ ഒരുമിച്ച് താമസിപ്പിക്കാവുന്ന ടൗൺഷിപ്പുകൾ ഉണ്ടാക്കുക എന്ന് പരിശോധിച്ചു.
അങ്ങനെ വന്നപ്പോൾ അത്തരം ടൗൺഷിപ്പുകൾ ഉണ്ടാക്കാൻ പ്ലാന്റേഷൻ്റെ സ്ഥലങ്ങൾ മാത്രമേ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുള്ളൂ. ഇപ്പോഴും ഞാൻ എല്ലാവരോടുമായി പറയുന്നു, ഇവരെ മുഴുവൻ താമസിപ്പിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള സ്ഥലങ്ങൾ ഒരുമിച്ച് ഓഫർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭൂമി എന്തു പണം കൊടുത്തും, പ്രത്യേകിച്ച് വ്യവഹാരങ്ങളില്ലാത്ത ഭൂമി ഏതു വിധത്തിലുള്ള പണം കൊടുത്തും ഏറ്റെടുക്കാൻ സർക്കാരിന് ഒരു മടിയില്ല. സ്വാഭാവികമായിട്ടും ആ വിധത്തിൽ അന്വേഷണം പോയപ്പോൾ 25 എസ്റ്റേറ്റുകൾ അങ്ങനെ നിശ്ചയിക്കപ്പെട്ടു. ആ 25 എസ്റ്റേറ്റുകൾ നിശ്ചയിക്കപ്പെട്ടപ്പോൾ ആ 25 എസ്റ്റേറ്റുകളിലും സുരക്ഷിതമാണോ എന്ന് നോക്കണമല്ലോ. പലരും പറഞ്ഞു, ഞങ്ങൾ പുത്തുമലയിലായിരുന്നു, പുത്തുമലയിലെ ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങൾ ചൂരൽമലയിലേക്ക് വന്നു, ഈ മലയിലും ദുരന്തമുണ്ടായാൽ ഞങ്ങൾ എവിടേക്ക് പോകും എന്ന വിലാപങ്ങളുടെ നടുവിൽ ഈ 25 എസ്റ്റേറ്റുകൾ എവിടെയെങ്കിലും ആളുകളെ വിടാൻ പറ്റാത്തത് കൊണ്ട് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘത്തെ ഒരു പ്രത്യേക പഠനത്തിന് വേണ്ടി ഞങ്ങളവിടെ നിയോഗിക്കുകയുണ്ടായി. ആ സംഘം പോയി 25 എസ്റ്റേറ്റുകളും പഠിച്ചു. ആ 25 എസ്റ്റേറ്റുകൾ പഠിച്ചതിൻ്റെ വിശദങ്ങളായിട്ടുള്ള കാരണങ്ങളടക്കം ജോൺ മത്തായിയും അദ്ദേഹത്തിൻ്റെ പഠന സംഘവും കൺക്ലൂഷനോടെ 5 കൺക്ലൂഷൻ നിലപാടുകളോടെ ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിൽ അവർ 9 കേന്ദ്രങ്ങളാണ് പ്രധാനമായും അങ്ങനെ ഈ 25 എടുക്കാം എന്ന് പറഞ്ഞത്. അതിൽ കോട്ടപ്പടി വില്ലേജിലുള്ള കോട്ടനാട് എസ്റ്റേറ്റ്, മുപ്പൈനാട് വില്ലേജിലുള്ള താഴെ അരപ്പറ്റ എസ്റ്റേറ്റ്, ചുണ്ടേല വില്ലേജിലുള്ള ചുണ്ടേല എസ്റ്റേറ്റ്, ചുണ്ടേല വില്ലേജിൽ തന്നെയുള്ള ആനപ്പാറ എസ്റ്റേറ്റ്, കോട്ടപ്പടി വില്ലേജിലുള്ള നെടുമ്പാല എസ്റ്റേറ്റ്, വെള്ളരിമല വില്ലേജിലുള്ള വെള്ളരിമല എസ്റ്റേറ്റ്, ഓടത്തോട് കൽപ്പറ്റ വില്ലേജിലുള്ള എൽസ്റ്റോൺ എസ്റ്റേറ്റ്, ഭൂതക്കൊല്ലി വില്ലേജിലുള്ള എൽസ്റ്റോണിൻ്റെ തന്നെ മറ്റൊരു എസ്റ്റേറ്റ്, കൽപ്പറ്റ വില്ലേജിലുള്ള എൽസ്റ്റോണിൻ്റെ വേറെ ഒരു എസ്റ്റേറ്റ്. ഇങ്ങനെ 9 കേന്ദ്രങ്ങൾ അവർ സുരക്ഷിതമായ സ്ഥലങ്ങളാണ് എന്ന് നിർവചിച്ചു. 9 സ്ഥലങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രം പ്രശ്നമില്ലല്ലോ. ആ 9 സ്ഥലങ്ങളിൽ നേരത്തെ ഹൃദയവേദനയോടെ പറഞ്ഞതുപോലെ ദൈവം ഞങ്ങളെ പലതാക്കി പിരിച്ചു, ഇനി ജീവിച്ചിരിക്കുന്നവരെ പിരിക്കരുതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ യോഗത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം ആളുകളും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ ഏറ്റവും അടുത്ത് താമസിക്കണം. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് മേപ്പാടി പഞ്ചായത്താണ്. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾക്ക് വേണം. ഭൂമിയുടെ പ്രശ്നമുണ്ടെങ്കിൽ തൊട്ടടുത്താകുന്നതിലും പ്രശ്നമില്ല. ഈ 9 എസ്റ്റേറ്റുകൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആ 9 എസ്റ്റേറ്റുകളിൽ ജോൺ മത്തായി പറഞ്ഞ ഔദ്യോഗികമായിട്ടുള്ള സുരക്ഷിതത്വം എല്ലാം കൊടുക്കുന്ന വിധത്തിൽ ആകെ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ ഞങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പോലെ ഈ നെടുമ്പാല എസ്റ്റേറ്റും അതുപോലെ തന്നെ എൽസ്റ്റോൺ എസ്റ്റേറ്റുമാണ്. കോട്ടപ്പടി വില്ലേജിൽ മേപ്പാടി പഞ്ചായത്തിലുള്ള നെടുമ്പാല എസ്റ്റേറ്റും അതുപോലെ തന്നെ കൽപ്പറ്റ വില്ലേജിൽപ്പെട്ട എൽസ്റ്റോൺ എസ്റ്റേറ്റും. ഇത് ദുരന്തം നടന്ന് 2 മാസം കഴിഞ്ഞ്, നിങ്ങൾ കരുതുന്നത് പോലെ നേരം എടുത്തിട്ടില്ല. 25 എസ്റ്റേറ്റുകൾ കണ്ടു, ജോൺ മത്തായിയുടെ റിപ്പോർട്ട് വാങ്ങി. ജോൺ മത്തായിയുടെ റിപ്പോർട്ട് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ കേരളത്തിൻ്റെ മന്ത്രിസഭ ഈ നേരത്തെ ഞാൻ പറഞ്ഞ നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റോൺ എസ്റ്റേറ്റും ഏറ്റെടുക്കുക എന്ന ആശയം തത്വത്തിൽ അംഗീകരിക്കുകയുണ്ടായി. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 3/10/2024 കേരളത്തിലെ മന്ത്രിസഭ അക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചു. 4/10/2024 11/2024 DMD എന്ന ഉത്തരവ് പ്രകാരം സത്യത്തിൽ ഈ ഭൂമി തത്വത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഈ 2 ഭൂമിയും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവ് സർക്കാർ പ്രഖ്യാപിച്ചു. ഇവിടെ വെച്ചാണ് പിന്നെ ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുന്നത്. സാധാരണ നിലയിൽ എങ്ങനെയായിരിക്കും ഈ ഭൂമി ഏറ്റെടുക്കുക? ഈ ഭൂമി ഏറ്റെടുക്കാൻ ഒറ്റ നിയമമേ ഇന്ത്യയിലുള്ളൂ. അത് LAR 2013 ലാൻഡ് അക്വസിഷൻ റീഹാബിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് 2013. അതിൻ്റെ ഭാഗമായി കേരളം പുറപ്പെടുവിച്ച 2015 ചട്ടങ്ങൾ. ഇത് പ്രകാരമേ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാനാകൂ, ഇന്ത്യയിൽ എവിടെയും ഭൂമി ഏറ്റെടുക്കാനാകൂ. വലിയ വില കൊടുക്കണം അതിനുവേണ്ടി. ആ 2013 ആക്ട് പക്ഷെ നടപ്പിലാക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അതിൽ ഫോർവേഡ് നോട്ടിഫിക്കേഷൻ വേണം. ഫോർവേഡ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ സാധാരണ നിലയിൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ SIA സ്റ്റഡി, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി വേണം. അതൊരു എക്സ്പെർട്ട് കമ്മിറ്റി പരിശോധിക്കണം. അത് ആ എക്സ്പെർട്ട് കമ്മിറ്റി അംഗീകരിക്കണം. അത് കഴിഞ്ഞാൽ പബ്ലിക് ഹിയറിങ്ങിനോടൊപ്പമാണ് ഇത് നടന്നെങ്കിലും 8(2) അനുസരിച്ചിട്ടുള്ളൊരു പബ്ലിക്കേഷൻ വേണം. 11(1) അനുസരിച്ച് സർക്കാർ ഏറ്റെടുത്തതായിട്ടുള്ള പരസ്യമായ പ്രഖ്യാപനം വേണം. അത് കഴിഞ്ഞാൽ ബേസിക് വാല്യൂ റിപ്പോർട്ട് BVR തയ്യാറാക്കണം. ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് DVS തയ്യാറാക്കണം. അത് കഴിഞ്ഞ് തയ്യാറാക്കുന്ന തുക 19(1) പ്രസിദ്ധീകരിച്ച് അവാർഡ് എൻക്വയറിയായി ഓരോരുത്തരെയും വിളിച്ച് ഏൽപ്പിക്കണം. ഇതാണ് LAR 2013 നടപടിക്രമം. അപ്പോൾ നമ്മൾ പറഞ്ഞു LAR 2013
ഭൂമി ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കണക്ക് കൂട്ടേണ്ട സെക്ഷൻ 26, 27, 28 അനുസരിച്ചു തന്നെ പണം നോക്കി നമുക്ക് ഏറ്റെടുക്കാമെങ്കിലും കാലതാമസം വരാതിരിക്കാൻ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അനുസരിച്ച് വേഗത്തിൽ ഏറ്റെടുക്കണം. എന്തുകൊണ്ട്? LAR 2013 അഡ്വാൻസ് പൊസഷൻ ഇല്ല. ഭൂമിയുടെ പണം കൊടുത്താലേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റൂ. നെഗോഷിയേഷൻ പർച്ചേസ് ഇല്ല 2013 അനുസരിച്ച്. അഡ്വാൻസ് പൊസഷൻ ഇല്ല 2013 അനുസരിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അഡ്വാൻസ് പൊസഷൻ നമുക്ക് വേണം. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകൾ ഒരു കേസിന് പോയി. അവരോട് ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നതാണ്. പക്ഷെ അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു പേടി ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഏറ്റെടുക്കുകയും അവരുമായി ബന്ധപ്പെട്ട ചില ക്രയവിക്രയങ്ങൾ നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പണം കിട്ടാതെ ഈ ഭൂമി പോകുമോ എന്ന സ്വാഭാവികമായിട്ടുള്ളൊരു വികാരം അവർക്കുണ്ടാകും. ഒരു കോടതിയെ സമീപിച്ചു. കോടതി ഇക്കാര്യത്തിൽ രണ്ടു പക്ഷത്തിൻ്റെയും വാദം കേട്ടു. കോടതി ഞങ്ങളോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വേഗതയിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഈ നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അപ്പോൾ കോടതി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഏറ്റെടുത്താൽ ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കോടതിയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിലെ ഗവൺമെൻറ് AGയുടെ തന്നെ നേതൃത്വത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആശയം, അർഹതപ്പെട്ട സംഖ്യ അർഹതപ്പെട്ട ആളുകൾക്ക് കോടതി പറയുന്ന സമയത്തിൽ ഞങ്ങൾ വിതരണം ചെയ്യും. ഇതിനേക്കാൾ വലിയ ഉറപ്പില്ലല്ലോ. LAR 2013 വ്യവസ്ഥകളനുസരിച്ച് തന്നെ നഷ്ടപരിഹാരം ഞങ്ങൾ കണക്ക് കൂട്ടും. അത് കണക്ക് കൂട്ടാൻ 2 മാസത്തെ സമയം ആവശ്യം വരും. ഞങ്ങളത് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇത് STRFന്റെ സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ഇതേ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമുണ്ടാവുകയും ഇടയ്ക്ക് ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിലേക്ക് തന്നെയാണ് കെ രാജൻ തുടരുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് സ്പോൺസർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും വിധം ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ കോമൺ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് നേരിട്ട് ചെയ്യും. അതായത് അവിടെ സ്കൂളുകൾ വേണം, അംഗനവാടി വേണം, കമ്മ്യൂണിറ്റി സെൻറ്റർ വേണം, കളിക്കളം വേണം, മനുഷ്യരെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ വേണം, മൃഗങ്ങളെ ചികിത്സിപ്പിക്കുന്ന ഹോസ്പിറ്റൽ വേണം. ഇങ്ങനെ ഒരു നഗരസദൃശ്യമായിട്ടുള്ള ഒരു ഗ്രാമത്തിന് എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം കൂടി കോമൺ ഫെസിലിറ്റീസായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടൗൺഷിപ്പിനാണ് കേരളം നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഒക്ടോബർ 4 തന്നെ കേരളം ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തി ഭൗമ്യശാസ്ത്ര പഠന സംഘത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് ജനങ്ങളെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പുനരധിവാസത്തിന് മുമ്പായി നേരിട്ട് കേട്ട് ഏറ്റെടുക്കുന്ന ഭൂമി സംബന്ധിച്ച തത്വത്തിലുള്ള അംഗീകാരത്തിൻ്റെ ഗവൺമെൻറ് ഉത്തരവിറക്കി. അതുമായി ബന്ധപ്പെട്ട ചില കോടതി വ്യവഹാരങ്ങൾ നടന്നതുകൊണ്ടാണ് ഒരു ചെറിയ കാലതാമസം ഉണ്ടായത്. ആ കാലതാമസം ഈ മാസം തന്നെ അവസാനിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭൂമി ലഭ്യമായാൽ ഉടനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ച ടൗൺഷിപ്പ് വൈകുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രം. വ്യവഹാരങ്ങളില്ലാത്ത ഭൂമി എന്ത് വില കൊടുത്തും പുനരധിവാസത്തിന് വാങ്ങാൻ സർക്കാർ തയ്യാറെന്നും മന്ത്രി കെ രാജൻ പറയുന്നു. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനിടയിൽപ്പെട്ട് യാത്രക്കാരൻ മരിച്ചു. എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സജോ ദേവസ്യ കണ്ണൂർ ചെയ്യുന്നു. സജോ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. ദാരുണമായ അപകടമാണ് ഇന്ന് വൈകിട്ടോടുകൂടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ അപകടമുണ്ടായി എന്നാണ് നമ്മൾ റെയിൽവേ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനിടെയാണ് അബദ്ധത്തിൽ താഴേക്ക് വീഴുകയും ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ കുരുങ്ങുകയും ട്രെയിൻ ആ ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയും അപകടമുണ്ടാവുകയും ചെയ്തത്. അപ്പോൾ തന്നെ പിന്നീട് റെയിൽവേ പോലീസൊക്കെ ഇടപെട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരിച്ചത് കൊളച്ചേരി നാറാത്ത് സ്വദേശി പി കാസിമാണ്
എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദാരുണമായ അപകടമാണ് ഉണ്ടായത്. നാറാത്ത് സ്വദേശിയാണ് മരിച്ചത്. സജോ ദേവസ്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതിദാരുണമായ ഒരു അപകടമാണ് അവിടെ സംഭവിച്ചത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. DC ബുക്സ് ഉടമ രവി DC AKG സെന്ററിൽ DCയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് CPIM സംസ്ഥാന സെക്രട്ടറി ക്ഷണിക്കാനാണ് എത്തിയത്. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെ മുഖ്യമന്ത്രിയും CPIM രൂക്ഷമായി വിമർശിച്ചിരുന്നു. ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് വേളയിൽ ഇറങ്ങിയ EP ജയരാജന്റെ ആത്മകഥയിൽ DC ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ DCക്കെതിരെ CPIM രംഗത്തെത്തി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ DCയുടെ ഉടമ ഇപ്പോൾ AKG സെന്ററിൽ എത്തിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം? എന്താണ് നിരീക്ഷിക്കുന്നത്? സുഹൈൽ, 5 മണിയോടെയാണ് DC ബുക്സിൻ്റെ ഉടമയായ രവി DC AK സെൻറ്ററിൽ എത്തിയത്. അദ്ദേഹം ഈ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണാനായാണ് എത്തിയത്. അദ്ദേഹം അല്പനേരം AK സെൻറ്ററിൻ്റെ ലോബിയിൽ വെയിറ്റ് ചെയ്തു. പിന്നീട് അദ്ദേഹം അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് എല്ലാ വർഷവും DC സംഘടിപ്പിക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് MV ഗോവിന്ദനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ബ്രോഷർ ഉണ്ടായിരുന്നു. ബ്രോഷറുമായിട്ടാണ് AK സെൻറ്ററിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നത്. ഈ EP ജയരാജൻ്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് DCക്കെതിരെയും രവി DCക്കെതിരെയും ശക്തമായ വിമർശനവുമായി CPIM നേതൃത്വം രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി അടക്കം പ്രസാധക കമ്പനി കാണിച്ചത് മര്യാദയല്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. EP ജയരാജനാകട്ടെ ഈ രവി DCക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പുസ്തക പ്രസാധനത്തിന് കരാറൊന്നും വെക്കാതെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്തു പോകുന്നത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി അടക്കം ഉയർത്തിയത്. എന്തായാലും പാർട്ടിക്കും പുസ്തക പ്രസാധന കമ്പനിക്കുമെതിരെ ഇടയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു മഞ്ഞുരുക്കത്തിൻ്റെ സൂചന എന്നോണം രവി DC AK സെൻറ്ററിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും പാർട്ടിയും ഈ പുസ്തക പ്രസാധന സ്ഥാപനവുമായുള്ള പ്രശ്നങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷേ ഈ പുസ്തക പ്രസാധനത്തിൻ്റെ കാര്യത്തിൽ EP ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ MV ഗോവിന്ദൻ ഒരുപക്ഷേ രവി DCയോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യതയുമുണ്ട്. രവി DC തന്നെ പാർട്ടി നേതൃത്വത്തോട് അക്കാര്യം വിശദീകരിക്കാനും സാധ്യതയുണ്ട്. സർക്കാർ സഹായത്തോടെയാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കം കോഴിക്കോട്ട് രവി DCയും DC ബുക്സും സംഘടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് സർക്കാരുമായി ഏറ്റവും നല്ല ബന്ധത്തിൽ പോകുന്ന പുസ്തക പ്രസാധന സ്ഥാപനമാണ് രവി DC. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഈ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ എന്താണെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം രവി DCയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. പാർട്ടി നേതൃത്വം അത് ചോദിച്ചറിയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സമീപകാലത്ത് CPIMനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ തെരഞ്ഞെടുപ്പ് വേളയിൽ വന്ന EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രധാനിയായ DC ബുക്സിന്റെ ഉടമ ഇപ്പോൾ CPIMന്റെ ആസ്ഥാനത്തെത്തിയിരിക്കുന്നു. പിണക്കം മാറ്റാനാണോ, മഞ്ഞുരുകുമോ? ഇത്തരത്തിൽ ഒരുപാട് ചർച്ചകൾ കൂടി ഈ സന്ദർശനത്തിന് പിന്നാലെ വരികയാണ്. ഈ റിപ്പോർട്ടോടെ ഇന്നിതുവരെ പൂർണ്ണമാകുന്നു.